Okay, good morning students. അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ്. ഓക്കെ, വാട്ട് ഈസ് നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ്? നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് എന്ന് കുറെ ഡെഫിനിഷൻസ് ഉണ്ട്. ഡെഫിനിഷൻസ് ഒക്കെ അതുപോലെ പഠിച്ചിട്ട് പോവാ. ഫസ്റ്റ് ഒരു ചെറിയ ഡെഫിനിഷൻ നമ്മൾ നോക്കാം. As defined by the section 13 of the Act, negotiable instrument means a promissory note, bill of exchange or check payable either to order or to bearer. അതായത് അതൊരു ഡെഫിനിഷൻ ആണ് ഞാൻ പറഞ്ഞത്. എന്താണ് നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് എന്ന് പറഞ്ഞാല്? നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് എന്ന് പറഞ്ഞാൽ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് ആക്ട് ഉണ്ട്. ഓക്കെ, നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് ഒരു ആക്ട് ഉണ്ട്. ആക്ട് 1881 പ്രകാരമാണ് നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് ഉള്ളത്. ഓക്കെ, നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് ആക്ട് 1881 deals with the three specific classes of negotiable instrument. So negotiable instrument എന്ന് പറഞ്ഞാൽ it is a written document which creates a right in favor of some person and which is freely transferable. അതായത് it is a negotiable instrument എന്ന് പറഞ്ഞാൽ it is a written document ആയിരിക്കും. Okay, it is freely transferable ആയിരിക്കും. ഒരു written documentനെയാണ് നമ്മൾ negotiable instrument എന്ന് പറയുന്നത്. it is a freely transferable ആണ്. അതേപോലെ തന്നെ എന്താണ്, ഒരു പേഴ്സൺ റൈറ്റ് ഇൻ ഫേവർ ഓഫ് സം പേഴ്സൺ, അതുപോലെ ചില വ്യക്തികളുടെ ഫേവറിന് വേണ്ടിയിട്ട് ചെയ്യുന്ന ഒരു റിട്ടേൺ ഡോക്യുമെന്റിനെയാണ് നമ്മൾ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് എന്ന് പറയുന്നത്. ആൻഡ് ഇറ്റ് ഈസ് ഫ്രീലി ട്രാൻസ്ഫറബിൾ ആണ്. അതേപോലെ തന്നെ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് എന്ന് പറഞ്ഞാൽ സ്പെസിഫിക്കലി ക്ലാസിഫൈ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റിനെ നമുക്ക് മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഫസ്റ്റ് പ്രൊമിസറി നോട്ട്, ബിൽ ഓഫ് എക്സ്ചേഞ്ച് ആൻഡ് ചെക്ക്. ഈ മൂന്ന് സാധനത്തിനും നമ്മൾ പറയുന്ന പേരാണ് നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ്. ഓക്കെ, നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് ഇസ് എ റിട്ടൺ ഡോക്യുമെന്റ് ആണ് ഫോർ സം ഫേവർ ഓഫ് സം പേഴ്സൺ ആണ്. ആൻഡ് ഇറ്റ് ഈസ് ഫ്രീലി ട്രാൻസ്ഫറബിൾ ആണ്. ആ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റിൽ വരുന്ന എന്തൊക്കെയാണ്? മൂന്ന് കാര്യങ്ങൾ വരുന്ന പ്രൊമിസറി നോട്ട്, ബിൽ ഓഫ് എക്സ്ചേഞ്ച് ആൻഡ് ചെക്ക്. ഓക്കെ, ഇനി നമുക്ക് നോക്കാനുള്ളത് വാട്ട് ഈസ് പ്രോമിസറി നോട്ട്. പ്രോമിസറി നോട്ട് എന്താണെന്നാണ്. അതേപോലെ കുറെ എസെൻഷ്യൽസ് ഓഫ് നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ്സ് ഉണ്ട്. അത് നിങ്ങളിൽ വലിയൊരു എസ്സേ പോലെ ഉണ്ട്. അതിൽ കുറച്ച് കീ പോയിന്റ്സ് ആയിട്ട് നിങ്ങൾ പഠിച്ചിട്ട് പോവാ. നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് അതൊക്കെ. അത് ജസ്റ്റ് ഒന്ന് വായിച്ച് മനസ്സിലാക്കുക പോയിന്റ് വൈസ് ആയിട്ട്. ഓക്കെ, അതേപോലെ ചില പെർസംഷൻസ് അബൌട്ട് നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ്സ്. നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് ആവണമെങ്കിൽ ചില പെർസംഷൻസ് ഉണ്ട്. ഏതൊക്കെയാണ്? ഫസ്റ്റ് കൺസിഡറേഷൻ ഉണ്ടായിരിക്കുക, ദെൻ ഡേറ്റ്, ദെൻ ടൈം ഓഫ് ആക്സെപ്റ്റൻസ്, എപ്പോഴാണോ അക്സെപ്റ്റ് ചെയ്യുന്ന ടൈം കാര്യങ്ങൾ, അതേപോലെ ടൈം ഓഫ് ട്രാൻസ്ഫർ, എപ്പോഴാണോ നമ്മൾ ഇതൊക്കെ എന്ന് പറയുമ്പോ ചെക്ക് എന്താ നിങ്ങൾ കോമൺലി കേട്ടിട്ടുണ്ടാവും. അതേ കൈൻഡ് ഓഫ് തിങ്സ് തന്നെയാണ് ഈ ബിൽ ഓഫ് എക്സ്ചേഞ്ച്, പ്രോമിസറി നോട്ട് എന്നൊക്കെ പറയുന്നത്. അപ്പൊ ഇതിനൊക്കെ ഒരു ടൈം ഉണ്ടാവും. ഇതൊക്കെ ആക്സെപ്റ്റ് ചെയ്യാൻ ഒരു അക്സെപ്റ്ററും ഡ്രോറും പേയർ അങ്ങനെ പറഞ്ഞ കുറെ പേഴ്സൺസ് ഉണ്ടാവും. ഇതൊക്കെ നമ്മൾ വഴി പഠിക്ക് നോക്കാം. അപ്പൊ അതിനൊക്കെ അത് കറക്റ്റ് ആയിട്ടുള്ള ടൈമും ആക്സെപ്റ്റൻസും നോക്കണം. ഓർഡർ ഓഫ് ഇൻഡോഴ്സ്മെന്റ് നോക്കുക, ഡ്യൂലി സ്റ്റാമ്പ്ഡ് ആണ് നോക്കുക, ഹോൾഡർ, പോസ്റ്റ്, അങ്ങനെ കുറെ കാര്യങ്ങൾ വരുന്നതാണ് എന്തെന്ന് പറയുന്നത് നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് കപ്പാസിറ്റി ആൻഡ് ലയബിലിറ്റീസ് ഓഫ് വേരിയസ് പാർട്ടീസ്. അതായത് ഒരു നമ്മൾ പ്രോമിസറി നോട്ടാണ് നോക്കുന്നത്. അതിന് മുന്നേ പ്രോമിസറി നോട്ടിൽ വരുന്ന പാർട്ടീസ്, അതായത് ആരൊക്കെയാണ് അതിൽ ഉണ്ടാവുക എന്നുള്ളത് നോക്കാം. ഫസ്റ്റ് വൺ മേക്കർ. പ്രോമിസറി നോട്ടിൽ വരുന്ന ഫസ്റ്റ് പാർട്ടിയാണ് മേക്കർ. മേക്കർ എന്ന് പറഞ്ഞാൽ ദ പേഴ്സൺ ഹു പ്രോമിസസ് ടു പേ ദ എമൗണ്ട് സ്റ്റേറ്റഡ് ഇൻ നോട്ട്. അതായത് പ്രോമിസറി നോട്ടില് ഫസ്റ്റ് ഒരാൾ മേക്കർ. മേക്കർ എന്ന് പറഞ്ഞാൽ ആരാണോ പ്രോമിസ് ചെയ്യുന്നത് ഇത്രയും പണം നൽകാം എന്ന്, ആരാണോ ഏത് പേഴ്സൺ ആണോ പ്രോമിസ് ചെയ്യുന്നത് അയാളാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് പ്രോമിസർ. മേക്കർ എന്ന് പറയുന്നത്. രണ്ടാമത്തെ പേഴ്സൺ ആണ് പേയി. പേയി എന്ന് പറഞ്ഞാൽ എന്താ? ദ പേഴ്സൺ ടു ഹൂം ദ എമൗണ്ട് ഓഫ് ദ പ്രോമിസ് നോട്ട് ഈസ് പേബിൾ. അതായത് പേയി എന്ന് പറഞ്ഞാല് ആർക്ക് വേണ്ടിയിട്ടാണോ നമ്മൾ ചെയ്യുന്നത്. അതായത് ഇപ്പം ഞാനൊരു TV വാങ്ങാൻ വേണ്ടിയിട്ട് പോയി സപ്പോസ്. അപ്പൊ TV വാങ്ങാൻ പോകുമ്പോൾ ഷോപ്പ് ഹോൾഡർ ആയിരിക്കും, ഓണർ ഉണ്ടാവും. അയാളുടെ ഒരു ഇൻസ്റ്റാൾമെന്റിലാണ് വാങ്ങുന്നത്, ഇത്രയും കാലത്തേക്ക് തരാന്ന്. അപ്പൊ അയാൾ എനിക്ക് പ്രോമിസറി നോട്ട് പ്രിപ്പയർ ചെയ്ത് തരികയാണ്. അപ്പൊ അത് പ്രോമിസറി നോട്ട് ഉണ്ടാക്കുന്ന അയാൾ ആരായിരിക്കും? അയാളാണ് മേക്കർ.
ഞാനാണ് അയാൾക്ക് ആർക്ക് വേണ്ടി എനിക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കുന്നത്, ഞാൻ അയാൾക്ക് പണം കൊടുക്കാണ്. അപ്പൊ ഞാൻ ആരായിരിക്കും അതില്? പേയി ആയിരിക്കും. Then third party ഒരാളുണ്ട് ഹോൾഡർ. ഹോൾഡർ എന്ന് പറഞ്ഞാൽ either the payee or the person to whom promissory note right have been endorsed. അതായത് ചിലപ്പോ ഞാൻ പണം കൊടുക്കുന്നത് എനിക്ക് ചിലപ്പോ വേറൊരാൾ ത്രൂ കൊടുക്കാൻ പണം ഏൽപ്പിച്ചാൽ മതിയാവും. അപ്പൊ ആ വ്യക്തിയെ തേർഡ് പേഴ്സൺ എന്ന് പറയുന്നത് ഹോൾഡർ എന്ന് പറയുന്നത്. അപ്പൊ 3 വ്യക്തികളായിരിക്കും ഉണ്ടാവുക, മേക്കർ, പേയി ആൻഡ് ഹോൾഡർ. ദെൻ പാർട്ടീസ് ടു ബിൽ ഓഫ് എക്സ്ചേഞ്ച്. ബിൽ ഓഫ് എക്സ്ചേഞ്ചിൽ ആരൊക്കെ ഉണ്ടാവുക നോക്കാം. ബിൽ ഓഫ് എക്സ്ചേഞ്ചിൽ വരുന്ന പാർട്ടീസ് ആണ് ഡ്രോയർ ആൻഡ് ഡ്രോയി. ഓക്കെ, ഡ്രോയറും ഡ്രോയും. ഡ്രോയർ എന്ന് പറഞ്ഞ ആരാണ്? ഹു മേക്ക് അല്ലെങ്കിൽ ഹു മേഡ് ബിൽ ഓഫ് എക്സ്ചേഞ്ച്, അയാളെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഡ്രോയർ. ആരാണോ ബില്ല് എഴുതുന്നത് അയാള് ഡ്രോയർ എന്നും, ആർക്ക് വേണ്ടിയിട്ടാണോ എഴുതുന്നത് അല്ലെങ്കിൽ ആരാണോ അതിന്റെ പണം നൽകാനുള്ളത് ആ വ്യക്തിയെ നമ്മൾ ഡ്രോയി എന്ന് പറയുന്നു. പിന്നെ പേയി എന്ന് പറഞ്ഞ മൂന്നാമതൊരു പേഴ്സൺ, അതായത് ദ പേഴ്സൺ made the instrument to whom or to who order of the money is directed to pay the instrument. പേ എന്ന് പറഞ്ഞാൽ എന്താ? ആരാണോ പണം നേരിട്ട് നൽകുന്നത്, ഡ്രോയർക്ക് വേണ്ടിയിട്ട് ആരാണോ പണം നേരിട്ട് നൽകുന്ന ഒരു വ്യക്തി ഉണ്ടാവുക, ആ വ്യക്തിയെ നമ്മൾ എന്തെന്ന് പറയുന്നു? പേയി എന്ന് പറയുന്നു. ദെൻ ചെക്കിലും അതേപോലെ തന്നെ ഡ്രോയർ, ഡ്രോയി ആൻഡ് പേയി. ബിൽ ഓഫ് എക്സ്ചേഞ്ചിലും ചെക്കിലും സെയിം തന്നെയാണ് വരുന്നത്, ഡ്രോയറും ഡ്രോയി ആൻഡ് പേയി. മറ്റേ പ്രോമിസറി നോട്ടിൽ വരുന്നത് മേക്കർ ഉണ്ടായിരിക്കും, പിന്നെ ആരുണ്ടായിരിക്കും? പേയി ഉണ്ടായിരിക്കും. പിന്നെ ആക്സെപ്റ്റ് ചെയ്യുന്ന ആളാരായിരിക്കും? പേയി തന്നെ, പേയി ഉണ്ടായിരിക്കും. പിന്നെ മേക്കർ, ആരാണോ പ്രോമിസറി നോട്ട് പ്രിപ്പയർ ചെയ്യുന്നത് അയാളെ മേക്കർ എന്ന് പറഞ്ഞു. അപ്പൊ ഇത്രയും ആൾക്കാരാണ്. ഇത് രണ്ടും കൈൻഡ് ഓഫ് സെയിം ആണ്, പേഴ്സൺസ്, പാർട്ടീസ്. ഇതിലാണ് വ്യത്യാസമുള്ളത്. ഓക്കെ, അപ്പം അതാണ് എന്തെന്ന് പറയുന്നത് പാർട്ടീസ് ഇൻവോൾവിംഗ് നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ്സിൽ വരുന്നത്. നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് എന്താന്ന് നോക്കി നമ്മള്. ഓക്കെ, നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് ആക്ട് എന്താണ്? 1881 ആണ്. അതിൽ വരുന്നതാണ് പ്രോമിസറി നോട്ട്, ബിൽ ഓഫ് എക്സ്ചേഞ്ച് ആൻഡ് ചെക്ക്. ഇനി നമ്മൾ പ്രോമിസറി നോട്ട് എന്താന്ന് നോക്കാം. ഓക്കെ, വാട്ട് ഈസ് പ്രോമിസറി നോട്ട്? പ്രോമിസറി നോട്ടിന്റെ സെക്ഷൻ എന്താ വരുന്നത്? സെക്ഷൻ 4 ആണ്. പ്രോമിസറി നോട്ട് പ്രിപ്പയർ ചെയ്യുന്നത് സെക്ഷൻ 4 പ്രകാരമാണ് പ്രോമിസറി നോട്ട് പ്രിപ്പയർ ചെയ്യുന്നത്. What is promissory note? Promissory note is an instrument in writing containing an unconditional undertaking signed by the maker to pay certain sum of money only to the order of certain person or bearer of the instrument. അതായത് പ്രോമിസറി നോട്ട് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ റിട്ടൺ ഡോക്യുമെന്റ് ആണ്. വേറൊരു വ്യക്തിക്ക് വേണ്ടി എഴുതുന്ന ഒരു റിട്ടൺ ഡോക്യുമെന്റ് ആണ്. അയാള് ഇത്ര ഡേറ്റിനുള്ളിൽ ഇത്രയും പണം അടച്ചു തീർക്കാം എന്ന് പറയുന്ന ഒരു പ്രോമിസ് കൊടുക്കുന്ന ആ വ്യക്തിക്ക് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്നതാണ് പ്രോമിസറി നോട്ട്. അതാണ് പ്രിപ്പയർ ചെയ്യുന്നത് മേക്കർ ആണ്. ഓക്കെ, അതിന്റെ ഒരു പ്രോമിസറി നോട്ടിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണ് വരുന്നത്? ഇറ്റ് മസ്റ്റ് ബി ഇൻ റൈറ്റിംഗ് ഫോർമാറ്റിലായിരിക്കണം. അതേപോലെ തന്നെയാണ് അൺകണ്ടീഷണൽ ആൻഡ് എക്സ്പ്രസ് അണ്ടർടേക്കിംഗ്. അൺകണ്ടീഷണൽ ആയിരിക്കണം, കണ്ടീഷൻസിന്റെ ബേസിൽ അൺകണ്ടീഷണൽ ആണ് ആയിരിക്കണം. പിന്നെന്താണ്? The promise must be for paying certain sum of money. പണം നൽകാം എന്നുള്ള ഒരു പ്രോമിസിലായിരിക്കാം പ്രോമിസറി നോട്ട് പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്. Then the maker must sign. മേക്കർ അതായത് ആരാണോ പ്രോമിസറി നോട്ട് പ്രിപ്പയർ ചെയ്യുന്ന അയാൾ അതെന്തായാലും എന്ത് ചെയ്തിരിക്കണം? സൈൻ ചെയ്തിരിക്കണം.